ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസിലിക്കയിലെ തിരുനാൾ മഹോത്സവം ഒക്ടോബർ 5 കൊടിയേറുമെന്ന് സെന്റ് തെരേസ ബസിലിക്ക മാഹി റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22 വരെ വിവിധ പരിപാടികളോടെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ മഹോത്സവം ജാതിമത ഭേദമന്യേ ആഘോഷിക്കും. 5 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപം തീർത്ഥാടകരുടെ പൊതുവണക്കത്തിന് ഭക്തിയാദരവോടെ പ്രതിഷ്ഠിക്കും. തുടർന്ന് എല്ലാ ദിവസവും വിവിധ റീത്തുകളിലും വ്യത്യസ്ത ഭാഷകളിലുമുള്ള സഘോഷ ദിവ്യബലികളും പ്രദക്ഷിണവും നൊവേനയും നടക്കും. പൊതുവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപത്തിൽ പൂമാല അണിയിക്കാനും സന്നിധിയിൽ മെഴുകുതിരി തെളിയിക്കാനും തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ തിരുനാളോടനുബന്ധിച്ച് ബസിലിക്കയിൽ പുതിയതായിട്ടൊരു നിത്യാരാധന ചാപ്പൽ കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ശാന്തമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നവർക്ക് ശാന്തമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ ഒരു നിത്യാരാധന ചാപ്പൽ, അതിൻ്റെ വെഞ്ചരിപ്പും പ്രതിഷ്ഠാകർമ്മവും സെപ്റ്റംബർ മാസം 28 കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത അഭിബന്ധ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് നിർവഹിക്കുകയാണ്. 9 മണിക്ക് ദിവ്യബലി, അതിനുശേഷം വെഞ്ചരിപ്പ് കർമ്മം. അതോടൊപ്പം തന്നെ ഈ വർഷം പ്രത്യേകമാമിതം കോഴിക്കോട് രൂപതയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് രൂപത അതിരൂപതയായ വർഷമാണ്. ഈ മാസത്തിലായിരുന്നു അതിരൂപത ഉയർത്തപ്പെട്ടത്. അതിനുശേഷമുള്ള ആദ്യത്തെ തിരുനാളാണ്. അതിനുശേഷം മാഹി ബസിലിക്ക ഇടവക ജനം അഭിബന്ധ്യ പിതാവിനൊരു സ്വീകരണവും അനുമോദന സമ്മേളനവും 28 വെഞ്ചരിപ്പ് കർമ്മത്തിന് ശേഷം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം 5 തിരുനാൾ ആരംഭം കുറിക്കുക. പിന്നീട് 22 വരെ മാഹി ദേശത്തിൻ്റെ തന്നെ ദേശീയോത്സവം പോലെ കൊണ്ടാടുകയാണ് എല്ലാ വർഷവും മാഹി തിരുനാൾ. അറിയാവുന്നതുപോലെ മാഹി തിരുനാൾ എന്ന് പറഞ്ഞെന്നാൽ ജാതിമത ഭേദമന്യേ മതമൈത്രിയുടെയും സ്നേഹ കൂട്ടായ്മയുടെയും എല്ലാവരെയും ഏകോദര സഹോദരന്മാരെ പോലെ സ്വീകരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് മാഹി തിരുനാളിൻ്റെ ദിവസങ്ങൾ അവിടെ എത്തുന്ന തീർത്ഥാടകർ എല്ലാവരും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, അത് മലബാറിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തും. ബസിലിക്കതിന് ശേഷം അത് ദേശീയതലത്തിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ ആ ദേവാലയത്തിന് ഒരു സ്ഥാനം നൽകിയിരിക്കുകയാണ് ബസിലിക്ക എന്ന നിലയിൽ. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഈ വർഷത്തെ തിരുനാൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുക. ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസം നമുക്കറിയാം ഒക്ടോബർ മാസം 14, 15 തിരുനാളിൻ്റെ ആദ്യ ദിവസങ്ങളിലായിട്ട് 9 കോട്ടപ്പുറം രൂപതയിലെ അഭിബന്ധ്യ പിതാവ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ടാണ് 12 ഞായറാഴ്ച കണ്ണൂർ രൂപതാ മെത്രാൻ അലക്സ് വടക്കുതല പിതാവ് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം തിരുനാളിൻ്റെ ജാഗരം എന്ന് പറയുന്നത് 14 അപ്പോൾ 14 പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ നഗരപ്രദക്ഷിണവും അതിനുശേഷം 15 വെളുപ്പിന് ഏകദേശം രാത്രി 12 മണി 1 മണി വരെ തുടങ്ങുന്ന ഉരുൾ നേർച്ചയുമാണ്. അത് രാവിലെ 6 മണി വരെ അത് തുടരാറുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.